എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. നമ്മളൊരു ഭാഷ പഠിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കാൻ പഠിക്കുമ്പോൾ ആ ഭാഷയുടെ എന്നും അല്ലെങ്കിൽ എപ്പോഴും സംസാരിക്കാറുള്ള പ്രധാനപ്പെട്ട ഒരുപാട് വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഫ്ലുവൻസിയോട് കൂടി നമുക്ക് ആ ഭാഷയെ പഠിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് വാക്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ വാക്യാണ് എന്ത്? ഏക് ദോ ദിൻമേ. എന്താണ് ഏക് ദോ ദിൻമേ? ഏക് ദോ ദിൻമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ. ഇപ്പൊ ഞാൻ പറയാണ്, ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ അവിടെ പോകും എന്ന് പറയാം. അപ്പൊ ആദ്യത്തെ പറയാം, ഏക് ദോ ദിൻമേ മേ വഹാ ജാവുങ്ക. എന്താണ് ഏക് ദോ ദിൻമേ മേ വഹാ ജാവുങ്ക? അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അവൻ ഇവിടെ വരും എന്ന് പറയാം, ഏക് ദോ ദിൻമേ വോ യഹാ ആയേഗ. ഇനി അടുത്താണ് ദോ തീൻ ദിൻമേ. ദോ തീൻ ദിൻമേ. ദോ തീൻ ദിൻമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ. ഇപ്പൊ ഞാൻ പറയാണ്, രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അവൾ ഇവിടെ വരും. അവൾ. ഓക്കെ, പറയാം, ദോ തീൻ ദിൻമേ വോ യഹാ ആയേഗി. ദോ തീൻ ദിൻമേ വോ യഹാ ആയേഗി. ഇവിടെ ഗീ എന്ന് പറഞ്ഞു, കാരണം അവളല്ലേ. അപ്പൊ ഞാൻ പറയാണ്, അവൻ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവിടെ വരും എന്ന് പറയാം, വോ ദോ തീൻ ദിൻമേ യഹാ ആയേഗ. യഹാ ആയേഗ. അല്ലെങ്കിൽ ഞാൻ പറയാണ്, ദോ തീൻ ദിൻ മേ വഹാ ജാവുങ്ക. രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ അവിടെ പോകും. മേ വഹാ ജാവുങ്ക. ഇനി അടുത്താണ് കുച്ച് ദേർ ബാദ് അല്ലെങ്കിൽ തോടി ദേർ ബാദ്. രണ്ടും പറയാം. എന്നുവെച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഹിന്ദിയിൽ നമുക്ക് കുച്ച് ദേർ ബാദ് അല്ലെങ്കിൽ തോടി ദേർ ബാദ് രണ്ടും പറയാവുന്നതാണ്. അപ്പൊ ഞാൻ പറയാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് വരും. ഞാൻ നിങ്ങളുടെ അടുത്ത് വരും എപ്പോൾ? കുറച്ച് സമയം കഴിഞ്ഞ്. അപ്പൊ ഞാൻ പറയാണ്, കുച്ച് ദേർ ബാദ് അല്ലാന്നുണ്ടെങ്കിലോ തോടി ദേർ ബാദ് മേ ആപ്കെ പാസ് ആവുങ്ക. കുച്ച് ദേർ ബാദ് അല്ലെങ്കിൽ തോടി ദേർ ബാദ് മേ ആപ്കെ പാസ് ആവുങ്ക. ഇനി അടുത്താണ് അഭിനയ്. ഇപ്പോഴല്ല അഭിനയ്. ഇപ്പോൾ അല്ല, അഭിനയ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മൾ പുറത്ത് കളിക്കാൻ പോയാലോ? അപ്പൊ നിങ്ങൾ പറയാണ്, ഇപ്പോഴല്ല അഭിനയ് ബാദ്മേ. ഓക്കെ, അഭിനയ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ല എന്നാണ്. ഇനി അടുത്താണ് വഹാപ്പർ നെയ്. വഹാപ്പർ ഇവിടെ പറന്ന് പറയണ്ട, പേ എന്ന് പറഞ്ഞാൽ മതി. പേ, വഹാപ്പേ. റ് പറയാറില്ല, പറഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. വഹാപ്പർ നെയ്. വഹാപ്പേ നെയ്. അവിടെയല്ല വഹാപ്പേ നെയ്. യഹാ. അവിടെയല്ല ഇവിടെയാണ് പറയാം. വഹാപ്പേ നെയ് യഹാ. ഇനി നമുക്ക് പറയണം, ഇവിടെയല്ല അവിടെയാണ്. യഹാപ്പേ നെയ് വഹാ. ഉണ്ടോ? അപ്പോ വഹാപ്പേ നെയ് എന്ന് പറഞ്ഞാൽ അവിടെയല്ല. യഹാപ്പേ നെയ് ഇവിടെയല്ല. യഹാപ്പേ എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ല എന്നാണ്. ഇനി അടുത്താണ് കംസെ കം ഏക് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും. ചുരുങ്ങിയത് ഒരു തവണ. ഓക്കെ, ഞാൻ പറയാണ്, ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ഇവിടെ വരൂ. കംസെ കം ഏക് ബാർ യഹാ ആവോ. ഓക്കെ, യഹാ ആവോ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നായി. ഇനി അടുത്താണ് ആഗേസെ. ഓക്കെ, ആഗേസെ അല്ലെങ്കിൽ അബീസെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതൽ. ഞാൻ പറയാണ്, ഇനി മുതൽ ശ്രദ്ധയോടെ അല്ലെങ്കിൽ ശ്രദ്ധിക്കൂ എന്ന് പറയാണ്. അബീസെ ധ്യാൻ രഖോ അല്ലെങ്കിൽ ആഗേസെ ധ്യാൻ രഖോ ആഗേസെ അല്ലെങ്കിൽ ധ്യാൻ രഖോ അബീസെ. ഇനി അടുത്താണ് കൽസെ. ഇപ്പൊ ഞാൻ പറയാണ്, നാളെ. കൽസെ എന്ന് പറഞ്ഞാൽ നാളെ മുതൽ കേട്ടോ. നാളെ മുതൽ. കൽസെ മേ വഹ ആവുങ്ക. നാളെ മുതൽ ഞാൻ അവിടെ വരും. കൽസെ മേ വഹ ആവുങ്ക. നാളെ മുതൽ അവൻ ഇവിടെ വരും. കൽസെ വോ യഹാ ആയേഗ. നാളെ മുതൽ അവൾ ഇവിടെ വരും. കൽസെ വോ യഹാ ആയേഗി. ഓക്കെ, ഗി വരുന്നു. ഇനി അടുത്താണ് പർസോസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റന്നാൾ മുതൽ. എന്താണ് മറ്റന്നാൾ മുതൽ ഞാൻ അവിടെ വരും അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ ഞങ്ങൾ അവിടെ വരും എന്ന് പറയാണ്. എന്താ പറയാം? പർസോസെ ഹം വഹാ ആയെങ്കെ. ഓക്കെ, ഇനി അടുത്താണ് ഏസ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഇത് ഇങ്ങനെ ചെയ്യൂ എന്ന് പറയല്ലേ, നമ്മൾ പറയാറില്ലേ, ഇങ്ങനെ ചെയ്യൂ. ഏസാ കരോ. ഇങ്ങനെ ചെയ്യല്ലേ. ഏസാ മത് കരോ. ഓക്കെ, ഞാൻ പറയണേ, ഇങ്ങനെ എഴുതല്ലേ. ഏസാ മത് ലിഖോ.
ऐसा मत लिखो. ഇനി നിങ്ങളൊരു 3-4 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കൊമൻറ്റ് ബോക്സിൽ അയക്കാം. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തോളാം. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആപ്കോ ബഹുത് ബഹുത് ധന്യവാദ്.